मुख्यमंत्री श्रीमान पिनाराई विजयन जी, केंद्रीय मंत्रिमंडल के मेरे सहयोगी अश्विनी वैष्णव जी, केरला सरकार के मंत्रीगण, स्थानीय सांसद भाई शशि थरूर जी, यहां उपस्थित अन्य महानुभाव और केरला के मेरे प्यारे भाई और बहनों, कुछ दिन पहले ही मलयाली नववर्ष शुरू हुआ है। आपने बहुत उत्साह और उमंग के साथ विशु उत्सव मनाया है। मैं एक बार फिर आप सभी को बहुत बहुत शुभकामनाएं देता हूं। मुझे बहुत खुशी है कि उल्लास के इस माहौल में मुझे केरला के विकास के उत्सव से जुड़ने का मौका मिला है। आज केरला को अपनी पहली वंदे भारत ट्रेन मिली है। आज कोच्चि को वाटर मेट्रो की नई सौगात मिली है। रेलवे से जुड़े अनेक प्रोजेक्ट्स मिले हैं। कनेक्टिविटी के साथ साथ आज केरला के विकास से जुड़े और भी प्रोजेक्ट्स का लोकार्पण और शिलान्यास हुआ है। विकास के इन सभी प्रोजेक्ट्स के लिए केरला के लोगों को बहुत बहुत बधाई। നല്ലവരായ മലയാളി സ്നേഹിതരെ നമസ്കാരം. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻജി, കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകൻ അശ്വിനി വൈഷ്ണവ്ജി, സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർ, പാർലമെന്റ് അംഗം ശ്രീ ശശി തരൂർജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തികളെ, കേരളത്തിലെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നാം മലയാള നവവർഷം ആരംഭിച്ചത്. അത്യുത്സാഹത്തോടെ നാം വിഷു ഉത്സവം കൊണ്ടാടി. ഒരിക്കൽ കൂടി ഏവർക്കും ഞാൻ വളരെയധികം ശുഭാശംസകൾ നേരുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആഹ്ലാദത്തിന്റെ ഈ വേളയിൽ കേരളത്തിന്റെ വികസന ഉത്സവത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ. ഇന്ന് കേരളത്തിന് ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ കിട്ടി. ഇന്ന് കൊച്ചി വാട്ടർ മെട്രോ അതിന്റെ സൗഭാഗ്യ ദിനമാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട അനേകം പ്രോജക്റ്റുകൾ ആരംഭിച്ചു. കണക്ടിവിറ്റിക്കൊപ്പം ഇന്ന് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ ശുഭാരംഭം കുറിച്ചു. പലതും ശിലാന്യാസം നടത്തി. വികസനത്തിന്റെ ഇത്തരത്തിലുള്ള പദ്ധതികൾക്കായി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഞാൻ आशंसകൾ നേരുന്നു. भाई और बहनों, केरला बहुत ही जागरूक, समझदार और शिक्षित लोगों का प्रदेश है। यहां के लोगों का सामर्थ्य, यहां के लोगों की विनम्रता, उनका परिश्रम उनकी एक विशिष्ट पहचान बनाता है। आप सभी देश विदेश की परिस्थितियों से भी भली भांति परिचित रहते हैं। इसलिए आज आप ये भी भली भांति जानते हैं कि दुनिया भर के देशों में क्या हालत है, उनकी अर्थव्यवस्था किस स्थिति से गुजर रही है। इन वैश्विक हालातों के बीच भी दुनिया भारत को विकास का वाइब्रेंट स्पॉट मान रही है। भारत के विकास की संभावनाओं को स्वीकार कर रही है. സഹോദരി സഹോദരന്മാരെ, കേരളം
വളരെ ജാഗ്രതയുള്ളതാണ്. ഇവിടുത്തെ ജനങ്ങൾ അറിവുള്ളവരാണ്, വിദ്യാസമ്പന്നരാണ്. ഇവിടുത്തെ ആളുകൾ സ്വന്തം സാമർഥ്യം കൊണ്ടും വിനയത്തോടെയുള്ള പെരുമാറ്റം കൊണ്ടും പരിശ്രമശീലം കൊണ്ടും മറ്റുള്ളവർക്ക് പരിചിതമായി മാറുന്നു. ഇന്ന് രാജ്യത്തെയും വിദേശത്തെയും പരിസ്ഥിതികളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ പരിചിതരാണ്. അതിനാൽ നിങ്ങൾക്കറിയാം ലോകത്താകമാനം, രാജ്യത്താകമാനം എന്താണ് നടക്കുന്നതെന്ന്. അവിടുത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നറിയാൻ കഴിയും. ലോകത്തിന്റെ ഈ അവസ്ഥയിലും ഭാരതം വികസനത്തിന്റെ ബ്രൈറ്റ് സ്പോട്ട് ആയി മാറുകയാണ്. ഭാരതത്തിന്റെ വികസന സാധ്യതകൾ ലോകത്താകമാനം അംഗീകരിച്ചു കഴിഞ്ഞു. पर दुनिया के इस मजबूत भरोसे के पीछे अनेक कारण हैं। पहला, केंद्र में एक निर्णायक सरकार, भारत के हित में बड़े फैसले लेने वाली सरकार। दूसरा, केंद्र सरकार द्वारा आधुनिक इंफ्रास्ट्रक्चर पर अभूतपूर्व निवेश। तीसरा, अपनी डेमोग्राफी यानी युवाओं के स्किल पर इन्वेस्टमेंट। और चौथा, ईज ऑफ लिविंग और ईज ऑफ डूइंग बिजनेस को लेकर केंद्र सरकार का कमिटमेंट। हमारी सरकार कोऑपरेटिव फेडरलिज्म पर बल देती है, राज्यों के विकास को देश के विकास का सूत्र मानती है। केरला का विकास होगा तो भारत का विकास और तेज होगा। हम इस सेवा भावना के साथ काम कर रहे हैं. ഭാരതം ലോകത്തിന് മുന്നിൽ ഇത്രയും ശക്തമായ വിശ്വാസം നേടിയെടുത്തതിന്റെ കാരണം പലതാണ്. ഒന്നാമത്തേത്, കേന്ദ്രത്തിൽ ശക്തമായ സർക്കാർ, രാജ്യത്തിന്റെ നന്മയ്ക്കായി ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാർ. രണ്ടാമത്തേത്, കേന്ദ്ര സർക്കാർ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അഭൂതപൂർവമായ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തുന്നു. മൂന്നാമത്തേത്, സ്വന്തം ഡെമോഗ്രാഫി, അതായത് യുവാക്കളുടെ സ്കില്ലിനായി ഇൻവെസ്റ്റ്മെന്റ്. നാലാമത്തേത്, ഈസ് ഓഫ് ലിവിംഗ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നിവയിൽ കേന്ദ്ര സർക്കാർ പ്രതിബദ്ധമാണ്. നമ്മുടെ സർക്കാർ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന് ശക്തി നൽകുന്നു. സംസ്ഥാനങ്ങളുടെ വികാസത്തിലൂടെ രാജ്യത്തിന്റെ വികസനം എന്ന അടിസ്ഥാനത്തെ ആധാരമാക്കി പ്രവർത്തിക്കുന്നു. കേരളം വികസിച്ചാൽ അതിലൂടെ ഭാരതത്തിന്റെ വികസനത്തിന് വേഗതയേകും. ഇത്തരത്തിൽ സേവന മനോഭാവത്തോടു കൂടിയാണ് നാം പ്രവർത്തിക്കുന്നത്. आज भारत की विश्व में जो साख बढ़ी है उसमें एक बड़ी भूमिका केंद्र सरकार द्वारा ग्लोबल आउटरीच के प्रयास की भी है। और इसका बहुत बड़ा फायदा केरला के उन लोगों को भी मिला है जो बाहर दूसरे देशों में रहते हैं। मैं जब भी कहीं बाहर जाता हूं तो अक्सर मेरी मुलाकात केरला के लोगों से भी होती है। भारत की बढ़ती हुई शक्ति, भारत की बढ़ती हुई ताकत का बहुत बड़ा लाभ विदेश में रहने वाले इंडियन डायस्पोरा को भी मिल रहा है. ഇന്ന് ലോകത്ത് ഭാരതത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ശക്തമായ അംഗീകാരം ലഭിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന് ഗ്ലോബൽ ഔട്ട്റീച്ചിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്ത് ജോലി ചെയ്യുന്ന, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾക്കും ധാരാളമായി പ്രയോജനം ചെയ്യുന്നു. ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴെല്ലാം കേരളത്തിലെ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്. ഭാരതത്തിന്റെ അത്യപൂർവമായ ശക്തി, ഭാരതത്തിന്റെ വികസിത ശക്തി, ഇതിന്റെ ലാഭം വിദേശങ്ങളിൽ താമസിക്കുന്ന ഭാരതീയരായിട്ടുള്ള പ്രവാസികൾക്ക്
നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. भाइयों और बहनों, बीते 9 वर्षों में भारत में कनेक्टिविटी के इंफ्रास्ट्रक्चर के लिए अभूतपूर्व स्पीड और अभूतपूर्व स्केल पर काम किया जा रहा है। इस साल के बजट में भी हमने 10 लाख करोड़ रुपए से अधिक इंफ्रा पर खर्च करना तय किया है। आज हम देश में पब्लिक ट्रांसपोर्ट और लॉजिस्टिक्स सेक्टर का पूरी तरह से कायाकल्प कर रहे हैं। हम भारतीय रेल के स्वर्णिम युग की तरफ बढ़ रहे हैं। 2014 से पहले केरला के लिए जो औसतन रेल बजट रहता था, अब उसमें 5 गुना से भी ज्यादा वृद्धि की ऑलरेडी हमने व्यवस्था कर दी है। സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കണക്ടിവിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനായി ആ മേഖലയിൽ അഭൂതപൂർവമായ വേഗത കൈവരിച്ചിട്ടുണ്ട്. ഈ വർഷം ബഡ്ജറ്റിൽ നാം 10 ലക്ഷം കോടി രൂപയിലധികം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ രാജ്യത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ മേഖലയിലായാലും ലോജിസ്റ്റിക് സെക്ടറിന്റെ മേഖലയിലായാലും പരിപൂർണമായ പുനർജീവന സാധ്യതകൾ നാം തേടുകയാണ്. ഇന്ന് ഭാരതീയ റെയിൽവേ അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2014 മുമ്പ് കേരളത്തിന് അനുവദിക്കപ്പെട്ട റെയിൽ ബഡ്ജറ്റിനെക്കാളും 5 ഇരട്ടി തുക ഇക്കൊല്ലം ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞു. पिछले 9 वर्षों में केरला में गेज परिवर्तन, डबलीकरण और इलेक्ट्रिफिकेशन के अनेक प्रोजेक्ट पूरे हुए हैं। आज भी तिरुवनंतपुरम सहित केरला के 3 स्टेशनों को आधुनिक बनाने का काम शुरू हुआ है। ये स्टेशन सिर्फ रेलवे स्टेशन ही नहीं है, बल्कि मल्टी मॉडल ट्रांसपोर्ट हब बनेंगे। वंदे भारत एक्सप्रेस जैसी आधुनिक ट्रेन भी एस्पिरेशनल इंडिया की पहचान है। आज हम ये सेमी हाई स्पीड ट्रेन इसलिए चला पा रहे हैं क्योंकि भारत का रेल नेटवर्क तेजी से बदल रहा है, अधिक स्पीड के लिए तैयार हो रहा है. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഗേജ് മാറ്റം, പാത ഇരട്ടിപ്പിക്കൽ, വൈദ്യുതീകരണം തുടങ്ങിയ നിരവധി പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ 3 സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സ്റ്റേഷനുകൾ കേവലം ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, പകരമോ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബ്ബുകളായി ഇവ ഓരോന്നും മാറും. വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയുള്ള ആധുനിക ട്രെയിനുകൾ നമ്മുടെ പ്രതീക്ഷാ നിർഭര ഭാരതത്തിന്റെ അടയാളമായി മാറുകയാണ്. ഇന്ന് നാം ഈ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ചലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ഭാരതത്തിന്റെ റെയിൽ നെറ്റ്വർക്ക് വേഗതയിൽ മുന്നേറുന്നു എന്നതുകൊണ്ടാണ്. അധിക സ്പീഡിനായി ഇവയെല്ലാം തയ്യാറാവുകയാണ്. भाइयों और बहनों, अभी तक जितनी भी वंदे भारत एक्सप्रेस ट्रेनें चली हैं, उनकी एक विशेषता ये भी है कि वो हमारे सांस्कृतिक, आध्यात्मिक और पर्यटन स्थलों को भी जोड़ रही है. केरला की पहली वंदे भारत ट्रेन भी नॉर्थ केरला को साउथ केरला से जोड़ेगी. इस ट्रेन की मदद से कोल्लम, कोट्टयम, एर्नाकुलम, त्रिशूर, कोड़िक्कोड और कन्नूर जैसे तीर्थ स्थलों तक आना जाना और आसान हो जाएगा. आधुनिक सुविधाओं से लैस ये वंदे भारत ट्रेन
पर्यावरण को नुकसान पहुंचाए बिना तेज गति से यात्रा का शानदार अनुभव देगी। സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസുകൾ അത്തരത്തിലുള്ള എത്ര ട്രെയിനുകൾ ഓടുന്നുണ്ടോ അതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ സാംസ്കാരികവും ആധ്യാത്മികവും ടൂറിസപരവുമായ സ്ഥലങ്ങളെ ഈ ട്രെയിനുകൾ ബന്ധിപ്പിക്കുന്നു എന്നതാണ്. കേരളത്തിൽ ഇന്ന് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിൻ വടക്കൻ കേരളത്തെ തെക്കൻ കേരളവുമായി വേഗത്തിൽ ബന്ധിപ്പിക്കും. ഈ ട്രെയിനിന്റെ സഹായത്തോടെ കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ തീർത്ഥസ്ഥലങ്ങളിലേക്ക് വളരെ വേഗത്തിൽ യാത്രക്കാർക്ക് പോയി വരാനാകും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ വേഗതയേറിയ യാത്രയുടെ നവ അനുഭവം നമുക്ക് പകർന്നു നൽകും. आज तिरुवनंतपुरम शोरानूर सेक्शन को भी सेमी हाई स्पीड ट्रेनों के लिए तैयार करने के प्रोजेक्ट पर काम शुरू हुआ है. जब ये काम पूरा हो जाएगा तो तिरुवनंतपुरम से लेकर मैंगलोर तक सभी में भी हम हाई स्पीड ट्रेन चला पाएंगे. ഇന്ന് നാം തിരുവനന്തപുരം ഷൊർണൂർ സെക്ഷനിൽ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരത്ത് നിന്നും മാംഗ്ലൂർ വരെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കാനാകും. भाइयों और बहनों, देश के पब्लिक ट्रांसपोर्ट को, अर्बन ट्रांसपोर्ट को आधुनिक बनाने के लिए हमने एक और दिशा में भी काम किया है. हमारा प्रयास स्थानीय परिस्थितियों के अनुकूल मेड इन इंडिया समाधान देने का है. सेमी हाई स्पीड ट्रेन हो, रीजनल रैपिड ट्रांसपोर्ट सिस्टम हो, रोरो फेरी हो, रोपवे हो, जहां जैसी जरूरत वहां वैसा सिस्टम तैयार किया जा रहा है. आज आप देखिए, वंदे भारत एक्सप्रेस मेड इन इंडिया है. आज देश भर के अनेक शहरों में जो मेट्रो का विस्तार हो रहा है वो मेक इन इंडिया के तहत है. छोटे शहरों में मेट्रो लाइट और अर्बन रोपवे जैसे प्रोजेक्ट भी बनाए जा रहे हैं. സഹോദരീ സഹോദരന്മാരെ, രാജ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖലയായാലും അർബൻ ട്രാൻസ്പോർട്ട് മേഖലയായാലും ഇവയെല്ലാം ആധുനികവൽക്കരിക്കുന്നതിനുള്ള നവീന പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുന്നു. നമ്മുടെ പരിശ്രമം പ്രാദേശിക പരിസ്ഥിതികൾക്ക് അനുകൂലമായി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പദ്ധതിക്ക് മഹത്വമേകുക എന്നതാണ്. സെമി ഹൈസ്പീഡ് ട്രെയിനുകളായാലും റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും റോറോ ഫെറി ആയാലും റോപ്പ് ആയാലും എവിടെയെല്ലാം ആവശ്യമുണ്ടോ ഈ ആധുനിക സൗകര്യങ്ങൾ അവിടെയെല്ലാം തയ്യാറാക്കി വരുന്നു. നിങ്ങൾ നോക്കൂ, വന്ദേ ഭാരത് ട്രെയിൻ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇന്ന് രാജ്യത്താകമാനം പട്ടണങ്ങളിൽ മെട്രോ വിപുലപ്പെടുത്തുകയാണ്. അതും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ചെറുതും വലുതുമായ പട്ടണങ്ങളിൽ മെട്രോ ലൈറ്റും अर्बन रोपवेയും മുതലായ പദ്ധതികൾക്കും भाइयों और बहनों, कोची वाटर मेट्रो का जो प्रोजेक्ट है वो भी मेड इन इंडिया है, यूनिक है. इसके लिए जो जरूरी बोट्स बनाई गई हैं उसके लिए मैं कोची शिपयार्ड को भी बधाई देता हूं. वाटर मेट्रो से कोची के इर्द गिर्द के अनेक द्वीपों में रहने वाले साथियों को सस्ता और आधुनिक ट्रांसपोर्ट मिलेगा. ये जेटी, बस टर्मिनल और मेट्रो नेटवर्क के बीच
इंटर मॉडल कनेक्टिविटी भी प्रदान करेगी। इससे कोच्चि की ट्रैफिक समस्याएं भी कम होगी और बैक वाटर टूरिज्म को भी नया आकर्षण मिलेगा। मुझे विश्वास है केरला में हो रहा ये प्रयोग देश के अन्य राज्यों के लिए भी मॉडल बनेगा। സഹോദരി സഹോദരന്മാരെ, കൊച്ചി വാട്ടർ മെട്രോ പ്രോജക്ട് അതും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ആ പദ്ധതി അതുല്യവും അനുപമവുമാണ്. ഈ പദ്ധതിക്കായി ആവശ്യമായ ബോട്ടുകൾ തയ്യാറാക്കിയ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ഞാൻ അഭിനന്ദിക്കുന്നു. വാട്ടർ മെട്രോയിലൂടെ കൊച്ചിയിലെ വിദൂര പ്രദേശങ്ങളിലെ ദ്വീപുകളിലെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ആധുനിക യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാകും. ഈ ജെട്ടികളായാലും ബസ് ടെർമിനലുകളായാലും മെട്രോ നെറ്റ്വർക്കുകൾ ആയാലും ഇവയ്ക്കിടയിൽ ഇന്റർ മോഡൽ കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ്. ഇതിലൂടെ കൊച്ചിയിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. ബാക്ക് വാട്ടർ ടൂറിസത്തിനും അതും ഒരു ആകർഷണമായി മാറും. എനിക്ക് വിശ്വാസമുണ്ട് കേരളത്തിൽ നടക്കുന്ന ഈ പദ്ധതികൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറുമെന്ന്. साथियों, फिजिकल कनेक्टिविटी के साथ साथ डिजिटल कनेक्टिविटी की भी आज देश की प्राथमिकता है। मैं डिजिटल साइंस पार्क जैसे प्रोजेक्ट की सराहना करूंगा। ऐसे प्रोजेक्ट डिजिटल इंडिया को विस्तार देंगे। बीते कुछ वर्षों में ही भारत ने जो डिजिटल सिस्टम बनाया है उसकी पूरी दुनिया में चर्चा है। जो डिजिटल व्यवस्थाएं भारत ने विकसित की है वो देखकर दुनिया के विकसित देश भी हैरान है। भारत ने 5G की टेक्नोलॉजी उस पर भी खुद से ही विकसित की है और इससे इस क्षेत्र में नई संभावनाओं का विस्तार हुआ है।